ആസ്പദമാക്കി ദൃശ്യാവിഷ്കാരം ചെയ്ത മറ്റൊരു കവിതയുമായി ഇനി ഈ വേദിയിലെത്തുന്നു അജയ്. ചുള്ളിക്കാടിന്റെ കവിതയാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ദൃശ്യാവിഷ്കാരം ചെയ്തൊരു അനുഭവം? വളരെ നല്ല അനുഭവമായിരുന്നു. പ്രേക്ഷകർക്കും അതുപോലെ നല്ലൊരു അനുഭവം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവഴി തീർന്നു തിരിച്ചു നടക്കാൻ നമുക്കിനി സ്വന്തം കുരുതിയിലേക്കു പോകുന്നൊരേ കൊമ്പു ചുവന്നോരറവു മൃഗങ്ങൾക്കു പിമ്പേ നടക്കുമ്പോഴും നമ്മെ ബന്ധിപ്പതെന്താഭിചാരം? പ്രണയമോ പാവമോ? ഇല്ല പൊട്ടിച്ചിരി നീണ്ട ഞെരുക്കങ്ങളല്ലാതെ ഓരോ തകരക്കുടിലും വെള്ളമിറങ്ങാതെ ജീവിതമൂർച്ചയിൽ തുള്ളിപ്പനിച്ചു കിടക്കയാമുണ്ണികൾ. നീ അറിയുന്നുവോ ചോലമരങ്ങളിൽ സായാഹ്നമോരോ നിരുണ്ടു തൂങ്ങുന്നതും നീണ്ട മൗനത്തിലേക്കെൻ്റെ രാപ്പക്ഷികൾ നീലച്ചിറകു കുഴഞ്ഞു വീഴുന്നതും നിദ്രാന്തരങ്ങളിൽ ദുർമരണത്തിൻ്റെ സ്വപ്നം തലച്ചോറു കാർന്നു തിന്നുന്നതും ആർത്തിരമ്പുന്നു കടൽ ഒരു കാലത്തു കാറ്റുകൊള്ളാം നാം നടന്ന തീരങ്ങളിൽ. നോക്കൂ പുഴുത്തു പകുതിയും മീൻ തിന്നു തീർത്ത ശവങ്ങൾ ശവങ്ങൾ ശവങ്ങൾ. കത്തുന്ന ചുംബനം കൊണ്ടു നീ പണ്ടെൻ്റെ കൈക്കുന്ന പ്രാണനെ ചുട്ടുപൊള്ളിച്ചതും കണ്ണിൻ്റെ നക്ഷത്രജാലകത്തിൽ കൂടി ജന്മാന്തരങ്ങളെ കണ്ടുമൂർച്ഛിച്ചതും എന്നോ കറുത്ത തിരശീല വീണതാ ഉന്മാദ നാടകരംഗ സ്മരണകൾ വർഷപാദങ്ങളിൽ കുത്തിയൊലിച്ചു പോ അർത്ഥമില്ലാത്ത ദിനാന്ത്യക്കുറിപ്പുകൾ അർത്ഥമില്ലാത്ത ദിനാന്ത്യക്കുറിപ്പുകൾ. നേരമാകുന്നു വരുന്നു ചിത്തഭ്രമരോഗികൾക്കുള്ളോരവസാന വാഹനം വീർപ്പിൽ കരച്ചിൽ ഞെരിച്ചടക്കിക്കൊണ്ടു യാത്രയാക്കുന്നു വെറുക്കുന്നു നിന്നെ ഞാൻ. 30 വെള്ളി വിലയുള്ള മെത്തയിൽ പശ്ചാത്തപിക്കാത്ത കൈകളാൽ അന്യനെ കെട്ടിപ്പുണർന്നു കിടക്കൂ ജരാനരബദ്ധദേഹാർത്തികൾ തൻ മൃതിലീലയിൽ. നിൽക്കട്ടെ ഞാനീ അധോനഗരത്തിൻ്റെ നിദ്രയും സ്വപ്നവുമില്ലാത്ത രാത്രിയിൽ. നാളത്തെ സൂര്യനും മുമ്പേ കൊലക്കത്തി കാളേണ്ട മാടിൻ്റെ യാതന രാത്രിയിൽ. സമയം
അതിന് നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. സാധാരണ ഈ അഭിനയം നമ്മുടെ കവിതയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളയും. ഇത് അങ്ങനൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായില്ല. ആ കവിതയുടെ ഏകാഗ്രതയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഈ ദൃശ്യാവിഷ്കാരം സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കവിത അർഹിക്കുന്ന ഗൗരവത്തോടെ, ആ കവിത അർഹിക്കുന്ന ഒരു ജാഗ്രതയോടെ, ആ കവിതയിൽ അന്തർഹിതമായിരിക്കുന്ന ഒരു കയ്പുരസത്തോടെ പ്രണയത്തെ ആവിഷ്കരിക്കാൻ സാധിച്ചു. ആ കവിതയിൽ നമ്മൾ കാണാതിരുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ ഈ ആവിഷ്കാരം കൊണ്ട് സാധിച്ചു. തീർച്ചയായിട്ടും ശ്ലാഘനീയമായിട്ടുള്ള ഒരവതരണമായി ഞാനിതിനെ വിലയിരുത്തുകയാണ്. ആലങ്കോട് സർ. ബാലചന്ദ്രനായ അദ്ദേഹത്തിൻ്റെ 17-ാമത്തെയോ 18-ാമത്തെയോ വയസ്സിൽ എഴുതിയ കവിതയാണ്. ഏതാണ്ട് നൂറ്റാണ്ടോളം പഴക്കമുള്ളൊരു കവിതയാണ്. പക്ഷെ ആ കാലത്ത് ഞങ്ങളുടെയൊക്കെ കൗമാര യൗവനാരംഭ ദിനങ്ങളിൽ എത്രയോ തവണ ഏകാന്തതയിൽ സ്വയം ചൊല്ലിയതാണ്. ബാലേന്ദ്രൻ ഈ കവിത കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു അറിയില്ല, ബാലേന്ദ്രൻ കേട്ടാൽ എന്ത് പറയുന്നു അറിയില്ല. ഏതായാലും ഈ കാലഘട്ടത്തിൻ്റെ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ജരാനരാബദ്ധ ദേഹാർത്ഥികൾ, ആ ഭാഗത്ത് ഒരു വ്യക്തത വരാതെ പോയി. ബാക്കിയൊക്കെ നന്നായി. നന്ദി സർ. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. ജയകുമാർ സർ. അജയ്, ഇതിന് 50-ൽ 42 മാർക്കാണ് ഞാൻ തരുന്നത്. ആലങ്കോട് സർ. 50-ൽ 42 മാർക്ക്. 100-ൽ 84 മാർക്സാണ് അജയ്ക്ക് ലഭിച്ചിരിക്കുന്നത്.